അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. റാഹത്തല്ലേ? അൽഹംദുലില്ലാ. കുറഞ്ഞ സമയത്തിൽ കൂടുതൽ കാര്യങ്ങളെന്ന മനോഹരമായ ഒരു ആശയവുമായി വീണ്ടും നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. കൽബ് നിറച്ച് ദുആ ചെയ്യുന്നവർ, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർ, ഇതിനുവേണ്ടി പരിശ്രമിക്കുന്നവർ, ദുആ ചെയ്യുന്നവർ എല്ലാവർക്കും എല്ലാവിധ ഖൈറും ബറക്കത്തും അല്ലാഹു പ്രദാനിക്കുമാറാകട്ടെ. കേൾക്കുന്ന കാര്യങ്ങളെ ജീവിതത്തിൽ പകർത്താൻ തൗഫീഖ് നസീബാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. ഒരുപാട് ഉപകാരപ്രദമായ അറിവുകളിലൂടെ വോയിസ് ഓഫ് ഷഫീഖ് ബദരി എന്ന ചാനൽ ഈ മജ്ലിസ് മുന്നോട്ട് പോവുകയാണ്. ഇന്ന് നമ്മൾ പഠിക്കുന്നത്, നമ്മൾ ഏറെ ഭയപ്പെടേണ്ട, നമ്മൾ ഏറെ ശ്രദ്ധ ചെലുത്തേണ്ട, നമുക്കറിയാം നമ്മുടെ സൗന്ദര്യം നമുക്ക് എപ്പോഴും വലുതാണ്. നമ്മളെപ്പോഴും കണ്ണാടിയുടെ മുമ്പിൽ പോയി നിന്ന് നമ്മുടെ സൗന്ദര്യം മിനുക്കുകയും ആ സൗന്ദര്യത്തിന് വേണ്ടി പണിപ്പെടുകയും അതിനുവേണ്ടി പല ക്രീമുകളും പല കാര്യങ്ങളൊക്കെ വാങ്ങുന്നവരാണ്. എന്നാൽ ഈ ദുനിയാവ് കഴിഞ്ഞ് മറ്റൊരു ലോകം നമുക്ക് വരാനുണ്ട്, അല്ലേ? വല്ലാഖിറത്തു ഖൈറും വ അബ്ഖാ. പരലോക ജീവിതമാണ് നമുക്ക് ഇനി വരാനുള്ളതും അവശേഷിക്കുന്നതും. മരണം ഒരു പുതിയ ജീവിതത്തിന്റെ തുടക്കമാണ്. ഖബർ പരലോക ജീവിതത്തിന്റെ തുടക്ക വീടാണ്. അപ്പൊ നമുക്ക് പരലോകത്തിലേക്ക് റബ്ബ് നമ്മളെ കൊണ്ടുവന്ന് നിർത്തപ്പെടുമ്പോ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ ചില വിഭാഗം ആളുകളുണ്ട്, ചില സ്വഭാവങ്ങളുണ്ട്. അത് ഉള്ള മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം മുത്തുനിബിതങ്ങൾ പറഞ്ഞു, അവരുടെ മുഖത്ത് നാളെ മാംസമുണ്ടാകൂല, അവര് നാളെ നരകത്തിലാണ്, അവർ അള്ളാഹുവിന്റെ കോപത്തിലാണ്, അവരെ ആഖിബത്ത് മോശമാണ്, നല്ല മരണം അവർക്ക് കിട്ടൂല, അങ്ങനെ ഖബറിൽ വലിയ അദാബുകൾ അവർക്ക് അല്ലാഹ് നിറച്ചു കൊടുക്കും. അങ്ങനെ തുടങ്ങി വലിയ കഠോരമായ അദാബുകളെ കൊണ്ട് നിബിതങ്ങൾ പറഞ്ഞ ഭീഷണി നൽകിയ, നമുക്ക് അകന്നു നിൽക്കാൻ നിബിതങ്ങൾ, നമുക്ക് ഏറ്റവും നല്ല അകന്നു നിൽക്കണം നിബിതങ്ങൾ താക്കീത് നൽകിയ ശക്തമായ ചില സ്വഭാവങ്ങൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്, മാറ്റി നിർത്തേണ്ടതുണ്ട്. അല്ലാഹ് കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. വേഗത്തിൽ പറഞ്ഞു പോവുകയാണ്, കുറഞ്ഞ സമയം കൂടുതൽ കാര്യങ്ങൾ അല്ലാഹു മനസ്സിലാക്കാൻ ഭാഗ്യം അനുഗ്രഹിക്കുമാറാകട്ടെ. ഒന്നാമത് മുത്തനബിതങ്ങൾ പഠിപ്പിച്ചു, മാതാപിതാക്കളെ വെറുപ്പിച്ചവൻ. മാതാപിതാക്കളെ വേദനിപ്പിക്കുക, മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുക, മാതാപിതാക്കളെ സങ്കടപ്പെടുത്തുക, മാതാപിതാക്കളുടെ കണ്ണുനീര് വീഴ്ത്തുക, ഇത് ചെയ്തവരാരാണോ അവര് നാളെ റബ്ബിന്റെ കോടതിയിൽ റബ്ബിന്റെ കരുണയുടെ ഒരു നോട്ടം അവർ പ്രതീക്ഷിക്കണ്ട. നിബിതങ്ങൾ പറഞ്ഞത്, ഈ ഒരു തെറ്റ് ചെയ്താൽ, പറയാൻ പോകുന്ന തെറ്റുകൾ വേറെ, ഈ തെറ്റ് ദുനിയാവിൽ ചെയ്ത് അനുഭവിച്ചിട്ടല്ലാതെ മരിക്കൂലെന്നാണ്. ഉമ്മയുടെ കണ്ണുനീർ എത്ര മിസ്ലു റഅസി ദുബാബ്, ഒരു ഈച്ചയുടെ തലയുടെ അളവ് നമ്മൾ കാരണം ഉമ്മയുടെ വാപ്പയുടെ കണ്ണിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മ, ശബ്ദം ശ്രവിക്കുന്ന പെങ്ങളെ, സഹോദര സഹോദരി, രക്ഷയില്ല. പൊരുത്തം ചോദിച്ചോ, കാല് വീണ് പൊരുത്തം ചോദിച്ചോ, രക്ഷയില്ല. റബ്ബിന്റെ കോടതിയിൽ മുഖത്ത് മാംസമില്ലാത്ത എല്ലാ കഷണങ്ങളായി മുഖത്ത് നാളെ വരുന്ന രംഗം ആലോചിച്ച് നോക്കിയേ. റബ്ബ് മാറ്റി നിർത്തപ്പെടുന്ന രംഗം ആലോചിച്ച് നോക്കിയേ. എല്ലാവരും അവജ്ഞയോടെ നോക്കുന്ന രംഗം ആലോചിച്ച് നോക്കിയേ. അല്ലാഹ് കാക്കട്ടെ, അല്ലാഹ് കാക്കട്ടെ. ഒന്നാമത് മാതാപിതാക്കളെ വേദനിപ്പിക്കുന്നവർ, മാതാപിതാക്കളെ ബുദ്ധിമുട്ടിച്ചവർ, വേദനിപ്പിക്കുന്നവർ. രണ്ടാമത് മുത്തനബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നമീമത്തുമായി നടക്കുന്നവർ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ കുറ്റവും കുറവുകളൊക്കെ പറയുന്നവർ. ഒന്നാലോചിച്ച് നോക്കിയേ, ഒന്നാലോചിച്ച് നോക്ക്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്, അവൻ ആ കലിമ പോലും പറയാൻ പറ്റൂലെന്നാണ്. അവന്റെ ഹജ്ജ് അല്ലാഹ് സ്വീകരിക്കൂല. നമ്മൾ ആരെക്കുറിച്ചാണോ നമീമത്ത് പറഞ്ഞത്, പരദൂഷണം പറഞ്ഞത്, ഏഷണി പറഞ്ഞത്, പാടില്ല. നമുക്ക് എല്ലില്ല എന്ന് കരുതി നമുക്ക് എന്തും പറയാമെന്ന് കരുതരുത്. സോഷ്യൽ മീഡിയകളുടെ വിരലിലൂടെ നമ്മൾ ഇങ്ങനെ പറയുന്നില്ല ഉസ്താദെ, ഞാൻ മെസ്സേജ് ഷെയർ ചെയ്യല്ലേ, പാടില്ല. നമുക്ക് ഉറപ്പുള്ള കാര്യം പോലും മിണ്ടാൻ പാടില്ല, ഉറപ്പുള്ള കാര്യം പോലും മിണ്ടാൻ പാടില്ല എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഒരുപാട് സംഭവങ്ങൾ വിശദീകരിക്കുന്നില്ല. ഉമ്മ നമ്മുടെ നാവ് കൊണ്ട് ആരുടെയെങ്കിലൊക്കെ കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് പൊരുത്തം ചോദിച്ചേക്കണേ. നിങ്ങൾ കാര്യമൊന്നും എടുത്തു പറയണ്ട, അവരെ കാണുമ്പോൾ ഒരു സലാം പറയും, കൊണ്ട് ചോദിക്കുക, നിങ്ങൾ ദ്വാരക്കനൂട്ടാ എന്തെങ്കിലൊക്കെ അറിയാതൊക്കെ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെടണേ എന്ന് പൊരുത്തം ചോദിക്കണം. അതൊരു വലിയ സഹായകമാണ്. പരലോകത്ത് നമുക്കൊരു പിടിവള്ളിയാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമത്തത് നമസ്കാരത്തെ ഉപേക്ഷിച്ചവൻ. പിന്നെ ചർച്ചയില്ലല്ലോ. നിസ്കാരം ഉപേക്ഷിച്ച ഉമ്മ പരലോകത്തിലെന്നല്ല ദുനിയാവിൽ പോലും അള്ളാഹു മുഖത്തിന്റെ പ്രകാശം കെടുത്തിക്കളയും. ദാരിദ്ര്യം കൊണ്ട് പരീക്ഷിക്കും, സാമ്പത്തിക ഞെരുക്കം കൊടുക്കും, രോഗങ്ങൾ കൊടുക്കും, അള്ളാഹുവിന്റെ അദാബുകൾ ഇറങ്ങും. ഒന്നിനും ഒരു വിജയം ഉണ്ടാവൂല. അല്ലാഹ് കാക്കട്ടെ. അവ്വലുമാ യുഹാസബു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളെ ചോദ്യം ചെയ്യപ്പെടുക ആദ്യമായി നമസ്കാരം. നിസ്കാരം ഉണ്ടോ? വിധങ്ങൾ അള്ളാഹ് റസൂൽ പറയാണ്, നാളെ പരലോകത്തിലേക്ക് ഒരു മനുഷ്യനെ കൊണ്ടുവരുമ്പോൾ ഖബറിലേക്ക് അള്ളാഹ് കൊണ്ടുവെക്കുമ്പോൾ ചോദിക്കുന്നതാണ്, ആ മനുഷ്യനെ നിസ്കാരത്തിന്റെ കണക്ക് നോക്കാൻ പറയും. നിസ്കാരത്തിന്റെ കണക്ക് നോക്കുമ്പോൾ അത് ഒരു കൃത്യമാണ്.
അള്ളാഹ് പറയും സ്വർഗത്തിൽ വിടാൻ പറയും. അപ്പൊ മലക്കുകൾ പറയുന്നതാണ്, പടച്ചോനെ കുറെ തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട്, നിസ്കാരം ഒക്കെയാണ്, കുറച്ച് തെറ്റുകളൊക്കെ ഉണ്ട്, അള്ളാഹ് പറയും പുറത്തു കൊടുത്തേക്ക്. നിസ്കാരം ഒക്കെയാണോ? ഓക്കെയാണ്, വിട്ടേക്കാൻ പറയും. അള്ളാഹ് അങ്ങനെ ആകാൻ ഭാഗ്യം തരട്ടെ. നിസ്കാരം കൃത്യമാക്കിക്കോ. നിസ്കാരത്തിൽ വീഴ്ച വന്നാൽ നാളെ മുഖത്ത് മാംസമില്ലാത്തവരായി റബ്ബിന്റെ കോപം വാങ്ങി അള്ളാഹുവിന്റെ പൊരുത്തക്കേട് വാങ്ങുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു വലിച്ചെറിയപ്പെടുന്നു നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നാലാമത്തത് നബി തങ്ങൾ പറഞ്ഞു, പലിശ തിന്നുന്നവർ. പലിശ തിന്നൽ മാത്രമല്ല, പലിശ തിന്നുക, പലിശ വാങ്ങുക, പലിശക്ക് കൂട്ടുനിൽക്കുക, സാക്ഷി നിൽക്കുക, എഴുതുക, ജാമ്യം നിൽക്കുക, ഒക്കെ തെറ്റാണ്. പലിശയുമായി ബന്ധപ്പെടുന്നവന്റെ പള്ളയ ദുനിയാവിൽ വെച്ച് അള്ളാഹ് വീർപ്പിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. പലിശ കൊടുക്കില്ലേ, പലിശക്ക് വാങ്ങൂലേ, പള്ള അള്ളാഹ് വീർപ്പിക്കും. അല്ലാഹുവേ, നാളെ തലച്ചോറ് ഭ്രമം ബാധിച്ചവരായി, നമ്മുടെയൊക്കെ ഭാഷ പറഞ്ഞാൽ ജന്നി ബാധിച്ചവനെ പോലെ നാളെ പടച്ചവന്റെ പരലോകത്ത് കടന്നു വരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഞ്ചാമത് മുത്തുനബി തങ്ങൾ പറഞ്ഞു, നാളെ പടച്ചവന്റെ പരലോകത്തിലേക്ക് കടന്നു വരുമ്പോൾ ഏറ്റവും വൃത്തികെട്ടവൻ, മുഖത്ത് മാംസമില്ലാത്തവർ, ലഹരികൾ അധികമാക്കുന്നവർ, ലഹരി ഉപയോഗിക്കുന്നവർ, കള്ള്, കഞ്ചാവ് അതുപോലെയുള്ള ലഹരികൾ അവന്റെ ശരീരത്തിലേക്ക് ഉപയോഗിക്കുന്നവനാണോ, പഠിച്ചു വെച്ചോ, രക്ഷയില്ല. അള്ളാഹ് കാക്കട്ടെ. മരണം പോലും മോശമാണെന്നാണ്, ആഖിബത്ത് മോശമാകും. അള്ളാഹ് കാക്കട്ടെ. അതുപോലെ ഏഴാമത് നിബിധങ്ങൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ആറാമത് മുത്തനബി തങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്ന അത്ഭുതത്തിന്റെ ആ വിട്ടു നിൽക്കേണ്ട കാര്യം അക്രമിക്കലാണ് എന്ന് പറഞ്ഞാൽ ഒരാളെ ആക്രമിക്കാൻ പാടില്ല. നാക്കുകൊണ്ടോ ആരാണ് വിശ്വാസി? മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. നമ്മുടെ കൈ കൊണ്ടോ നമ്മുടെ നാവ് കൊണ്ടോ ഒരാളെ വേദനിപ്പിക്കരുത്. നമ്മൾ അക്രമങ്ങൾ നമ്മൾ ഉണ്ടാകാൻ പാടില്ല. അത് മറ്റു അയൽവാസിയാകട്ടെ, ഹൈന്ദവനാകട്ടെ, ക്രൈസ്തവനാകട്ടെ, ആരുമാകട്ടെ, ജീവികളാകട്ടെ, പക്ഷികളോട് ആരോടും നമ്മൾ അക്രമം പാടില്ല. അക്രമിക്കുന്നവരാണ്, അക്രമശീലമുള്ളവരാണ്, പാടില്ല. അള്ളാഹിന്റെ കോപം ഉണ്ടാകുമെന്നാണ്. ഏഴാമത് പറഞ്ഞു, വ്യഭിചാരിയായ വയോധികൻ എന്ന് പറഞ്ഞാൽ ഒരു 40 വയസ്സ് കഴിഞ്ഞു, 50 വയസ്സ് കഴിഞ്ഞു, തെറ്റിലേക്ക് മുഴുകുന്നവർ, വ്യഭിചരിക്കുന്നവർ, അള്ളാഹ് കാക്കട്ടെ, അതിലേക്കൊന്നും കിടക്കണില്ല. ഏഴാമത് വിഭാഗമാണ്. എട്ടാമത് നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തരുന്നു, സക്കാത്തിനെ തടയുന്നവർ, അർഹതപ്പെട്ടതിനെ കൊടുക്കാത്തവർ. സക്കാത്താകട്ടെ, സ്വതക്കയാകട്ടെ, പാവപ്പെട്ടവൻ എന്തെങ്കിലും ഒരു കണ്ണുനീര് വറ്റിക്കാൻ, കണ്ണുനീര് തുടയ്ക്കാൻ എന്തെങ്കിലും നിങ്ങൾ കൊടുത്തില്ല എങ്കിൽ നാളെ അല്ലാഹുവിന്റെ പരലോകത്ത് നിങ്ങൾ സമാധാനം പറയേണ്ടി വരും. പത്താമത് നബി തങ്ങൾ പറഞ്ഞു, വഴിതെറ്റിയ ഇമാം എന്ന് പറഞ്ഞാൽ നേർമാർഗം നയിക്കേണ്ടവർ തെറ്റിലേക്ക് പോയാൽ പ്രശ്നം. ഈ 10 വിഭാഗം നാളെ അള്ളാഹുവിന്റെ കോടതിയിലേക്ക്, ഞാൻ വേഗത്തിൽ പറഞ്ഞത് മനസ്സിലാകും, വെറുതെ വിശദീകരിച്ച് നിങ്ങൾ സമയം കളയണ്ടെന്ന് ഓർത്തിട്ടാ. ഇതൊക്കെ മനസ്സിലാകുമല്ലോ. മനസ്സിലാകാത്തവർ കമന്റ് ചെയ്യുക. അള്ളാഹു ഭാഗ്യം തരട്ടെ. പ്രിയമുള്ളവരെ, ഈ 10 വിഭാഗം നാളെ റബ്ബിന്റെ കോടതി കടന്നു വരുമ്പോൾ മുഖത്ത് മാംസമില്ല. ഈ മുഖത്ത് മാംസങ്ങളൊക്കെ ഒന്ന് പോയിട്ട് എല്ലിന്റെ കോലൊന്ന് ആലോചിച്ച്, റബ്ബിന്റെ കോടതിയിൽ വന്ന് നിൽക്കുന്ന ശിക്ഷയില്ല, വന്ന് നിൽക്കുന്ന അവസ്ഥ അങ്ങനെ. അപ്പൊ ശിക്ഷയുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. അള്ളാഹു കരുണയുടെ നോട്ടം നോക്കൂലെന്നാണ്, മരണം നല്ല മരണം കിട്ടൂലെന്നാണ്, ഖബറിലെ അദാബുകൾ കൊണ്ട് നിറയ്ക്കുമെന്നാണ്. അവന്റെ മരണം കണ്ട ആളുകൾ മൂക്കിൽ കൈവച്ച് പോകുന്ന രീതിയിൽ, അന്തം വിട്ടു പോകുന്ന രീതിയിൽ മോശം മരണം അള്ളാഹ് കൊടുക്കുമെന്നാണ്. അള്ളാഹ് കാക്കട്ടെ. പ്രിയമുള്ളവരെ, ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ പറഞ്ഞ 10 സ്വഭാവങ്ങൾ നമ്മൾ ഒഴിവാക്കണം. 10ൽ നിന്ന് നമ്മൾ മോചിതരാകണം. അള്ളാഹു ഭാഗ്യം തരട്ടെ. ഇതുപോലെയുള്ള ഉപകാരപ്രദമായ അറിവുകൾക്കായി ഈ വോയിസ് ഓഫ് ഷഫീഖ് ബദ്രി എന്ന ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് കുറഞ്ഞ സമയത്തിൽ കൂടുതൽ കാര്യങ്ങളെന്ന മനോഹരമായ ആശയവുമായി വീണ്ടും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനാണ്. മാക്സിമം ഒരു 10 മിനിറ്റിനുള്ളിലാണ് നമ്മൾ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കാരണം അപ്പോൾ ആകുമ്പോൾ എല്ലാവർക്കും കേൾക്കാൻ, പഠിക്കാൻ സൗകര്യപ്രദമാകുമല്ലോ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നിങ്ങളെല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട കമന്റുകൾ കമന്റ് ചെയ്യുക, അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക, ദുആ ചെയ്യുക. അതോടൊപ്പം തന്നെ ഇസ്ലാമിക ചരിത്രങ്ങൾ, കഥകൾ, ഇതുപോലെ കുറഞ്ഞ സമയത്തിൽ കഥകൾ പറയുന്ന ബദറിൻ തീരം ചരിത്ര കഥകൾ എന്നാണ് ആ ചാനലിന്റെ പേര്. നമ്മൾ പുതുതായി അത് തുടങ്ങിയതാണ്. ഇസ്ലാമിക ചരിത്രങ്ങൾ, സംഭവങ്ങൾ ഇതുപോലെ 10 മിനിറ്റിനുള്ളിൽ അവതരിപ്പിക്കുന്ന ചെറിയ ചെറിയ കഥകൾ, ഇസ്ലാമിക സംഭവങ്ങൾ നമുക്ക് പഠിക്കാനാണ് ബദറിൻ തീരം ചരിത്ര കഥകൾ. അതിന്റെ ഉച്ചയ്ക്ക് 12 മണിക്കാണ് ബദറിൻ തീരം ചരിത്ര കഥകളുടെ വീഡിയോ നിങ്ങളിലേക്ക് എത്തുന്നത്. അതോടൊപ്പം ബദറിൻ തീരം ആത്മീയ മജ്‌ലിസ് ഉണ്ട്. എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് ആയിരങ്ങൾ ആമീൻ പറയുന്ന പ്രാർത്ഥനാ സദസ്, അസ്മാഉൽ ബദറും അസ്മാഉൽ ഹുസ്നയും തിബ്ബു സ്വലാത്തൊക്കെ ചൊല്ലുന്ന സദസ്സാണ്. അള്ളാഹ് കബൂലാക്കട്ടെ. 3 ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് ലിങ്ക് താഴെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അള്ളാഹ് കബൂലാക്കട്ടെ. പുതിയ ഒരു അറിവുമായി വീണ്ടും കണ്ടുമുട്ടാം. ദ്വാരക്കൂലേ? ദ്വാരക്കനൂട്ടാ. അള്ളാഹ് കബൂലാക്കട്ടെ. നിങ്ങൾക്ക് വേണ്ടി ഞാൻ എപ്പോഴും ദ്വാരക്കാം. അള്ളാഹ് സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.